മഴ മഴ അയ്യോ അല്ല, നമ്മുടെ വിഷയം അതല്ല, മഴയല്ല. ഞാൻ പറഞ്ഞത്, ഞാൻ എൻ്റെ സുഹൃത്തിന് യാത്ര അയക്കാൻ റെയിൽവേ സ്റ്റേഷനിൽ പോയതാണ്. അപ്പോൾ അത് അവിടെ കാണുന്നതെന്ന് വെച്ചാൽ ഊത്ത്. ഊത്ത് ഈ സ്റ്റേഷനിൽ ട്രെയിനിൽ കയറാൻ പറ്റുന്നവനൊക്കെ മറ്റേ മെക്കാനിസം വെച്ച് ഈ പോലീസുകാർ ഊതട. നമ്മൾ ടൂ വീലർ ഓടിച്ച് പോകുമ്പോൾ തടഞ്ഞു നിർത്തിയിട്ട് ഊതട, വെള്ളം അടിച്ചിട്ടുള്ളതെന്ന് അറിയാൻ വേണ്ടി ഊതിക്കും. ഇത് സ്റ്റേഷനിൽ ട്രെയിൻ ഓടിക്കുന്നതിൻ്റെ അടുത്ത് ലോക്കോ പൈലറ്റില്ല, ട്രെയിനിനകത്ത് യാത്ര ചെയ്യുന്നതിൻ്റെ അടുത്ത് ഊതാൻ പറഞ്ഞു. അത് കാരണം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇത് ട്രെയിനിൽ അങ്ങനെ ഒരു ചില ആക്സിഡൻ്റ് എന്നല്ല, പീഡനം എന്നല്ലേ നമ്മൾ പറയുന്നത്. അതൊക്കെ അത് സംഭവിച്ചുകൊണ്ടിരുന്ന കാരണം. പക്ഷേ അതിൻ്റെ ലോജിക്ക് അങ്ങോട്ട് പിടികിട്ടുന്നില്ലല്ലോ. ട്രെയിനിൽ ഇങ്ങനെ ഒരാളിനെ പിടിച്ച് ഊതിച്ചിട്ട് അത് കയറ്റി അവൻ മദ്യപിക്കാതിരുന്നാൽ അവൻ ആരെയും പീഡിപ്പിക്കാതിരിക്കും. ചിലപ്പം ഇതല്ല വേണ്ടത്. ഇത് മദ്യപിച്ചു അവനോ അതെ, അല്ലെങ്കിൽ തന്നെ ഇപ്പം എന്താണ്, ഇതൊന്നും അറിയാതെ, സ്മെല്ല് പോലും അറിയാത്ത രീതിയിലുള്ള ഐറ്റംസ് ഉണ്ട്. കഴിച്ചു കഴിഞ്ഞ് കുറിച്ച് ഒന്നും അറിയില്ല അതിനകത്ത് അത്രയും. അതൊക്കെ അങ്ങ് വിട്ടേക്കാം. പക്ഷേ ഇവിടെ വേണ്ടത് അതല്ല. നമുക്ക് റെയിൽവേയിൽ എന്തെല്ലാം ഇതുണ്ട്. റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ്, അല്ലെങ്കിൽ റെയിൽവേ പോലീസ്, ഇങ്ങനെ പല പേരുകളിലും ട്രെയിൻ യാത്ര സുരക്ഷിതമാക്കാനുള്ള ഉദ്യോഗസ്ഥരുണ്ട്, അതിനുള്ള സംവിധാനങ്ങളുണ്ട്. ഒറ്റക്കാര്യം, ഒരു കമ്പാർട്ട്മെൻറ്റ്, നമുക്ക് ട്രിവാൻഡ്രത്ത് നിന്ന് ഒരു ട്രെയിൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു കമ്പാർട്ട്മെൻറ്റിൽ ഇതിൻ്റെ 2 ഉദ്യോഗസ്ഥർ, 2 പോലീസുകാർ, ഒരു കമ്പാർട്ട്മെൻറ്റിൽ 2 പോലീസുകാർ മതി. ആരും ആരെങ്കിലും അവനെ കൊണ്ട് ഊതിക്കുകയും വേണ്ട, ഒന്നും വേണ്ട. അവന് മദ്യപിച്ചാൽ വേറെ എന്തെങ്കിലും കഴിച്ചാൽ അവൻ ഉണ്ടായിരുന്നുള്ളൂ. 2 പോലീസുകാർ ഒരു കമ്പാർട്ട്മെൻറ്റ്. അത് അടുത്ത ജില്ലയിൽ, അടുത്ത എവിടെയാണോ അവിടെ ഇറങ്ങും, കൈമാറി അവിടുത്തെ ഡ്യൂട്ടിക്ക് 2 പേര് ഡ്യൂട്ടി കയറുക, ഒരു റിലേ പോകുന്ന പോലെ. ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ ഇവിടെ ഉണ്ട്, ചെയ്യാൻ പറ്റുന്നു. അതെന്താ ചെയ്യാത്തേ? അല്ലാതെ ചുമ്മാ വെള്ളം അടിച്ചിട്ട് ഊതിക്കാൻ, ഇത് എന്ത് ലോജിക്കാണ് അതിലുള്ളത്? ഉദ്യോഗസ്ഥരില്ലേ റെയിൽവേ പ്രൊട്ടക്ഷൻ സുരക്ഷിതരാക്കാൻ, റെയിൽവേ യാത്രക്കാരെ സുരക്ഷിത. ബസ്സിൽ യാത്ര ചെയ്ത് ഒരുത്തൻ വെള്ളമടിച്ചുണ്ട്, ആ ബസ്സിനകത്തുണ്ട് കണ്ടക്ടറുണ്ട്, ഡ്രൈവറുണ്ട്, അതൊക്കെ അപ്പോൾ അത് നോക്കിക്കോളും. അവരത് ചെയ്യാനറിയാം, അവർക്ക് എന്ത് ചെയ്യണം എന്നുള്ളത് അവർക്കറിയാം. അതുപോലെ ട്രെയിനിൽ അതിന് വേണ്ടത് ഈ ഫോഴ്സിനെ, ഒരു കമ്പാർട്ട്മെൻറ്റിൽ 2 പോലീസുകാർ, 2 മറ്റേ വാതിൽക്കലെന്ന് പറയും പോലെ 2 പോലീസുകാർ, 2 ഉദ്യോഗസ്ഥർ, പ്രൊട്ടക്ഷൻ ഫോഴ്സ് ആയിരുന്നാലും അതെന്താ എന്ത് പേരിട്ട് വിളിച്ചാലും ആ 2 ഉദ്യോഗസ്ഥർ റെയിൽവേ പ്രൊട്ടക്ഷന് വേണ്ടിയുള്ളവർ, യാത്രക്കാരുടെ സുരക്ഷയ്ക്ക്. അങ്ങനെ ഒന്ന് നിയമിച്ചു കഴിഞ്ഞാൽ കാര്യം തീർന്നില്ല, അത് സോൾവ് ആവും അവിടെ. അതിനെ ആരും അനങ്ങില്ല. അങ്ങനെ വേറെ ഒരു കൊടും ക്രിമിനൽ അകത്തുണ്ടെങ്കിൽ അവൻ അനങ്ങില്ല അവിടെ. ഓക്കെ, അപ്പം അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാതെ ഈ കയറി വരുന്നവനെ കുറിച്ച് ഊതിച്ച് ഒരു MLA യോ മന്ത്രിയോ അതൊക്കെ വന്നു കഴിഞ്ഞാൽ അല്ല ഇവരാരും പറ്റിരിക്കാത്തവരാ, അയ്യോ അവരെ വെച്ച് ഊതിക്കുമോ നിങ്ങളൊക്കെ? ഇല്ലല്ലോ. അപ്പോൾ സർ, അതിന് വേണ്ടിയുള്ള ആരാണോ ഇതിൻ്റെ ഉത്തരവ് ഇടേണ്ടത്, അത് ബഹുമാനപ്പെട്ട കോടതിയാണെങ്കിൽ തന്നെയും അങ്ങനെ ഒരു ഉത്തരവ് പ്രതീക്ഷിക്കുന്നു. 2 പോലീസുകാർ ഒരു കമ്പാർട്ട്മെൻറ്റിൽ, സുരക്ഷാ ഉദ്യോഗസ്ഥർ, പോലീസുകാരോ സുരക്ഷാ ഉദ്യോഗസ്ഥർ, അത് മാത്രം മതി.